ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ജാനിൻ്റെ വീട്ടിൽ ബാർബിക്യൂ പാർട്ടി നടക്കുകയാണ്. ഒട്ടുമിക്ക സ്റ്റാഫുകളും അവിടെ എത്തിയിട്ടുണ്ട്. സനയും എത്തിയിട്ടുണ്ട്. ബാർബിക്യൂ തയ്യാറാക്കുന്നത് ജാൻ തന്നെയാണ്. അവന് കുക്കിങ്ങിനോട് നല്ല താല്പര്യമൊക്കെ ഉള്ള ആളട്ടോ. ജാൻ തയ്യാറാക്കിയ ഒരു മീറ്റ് ഡയറിന് കൊടുക്കുമ്പോൾ ഡയറിൻ പറയാണ്, ഞാൻ വെജിറ്റേറിയനാണ്, എനിക്കതൊന്നും കഴിക്കാൻ കഴിയില്ല. അത് കേട്ട് സന പറയാം, എനിക്ക് നല്ല വിശപ്പുണ്ട്, എനിക്ക് എന്തെങ്കിലും തരാൻ പറ്റുമോ, അല്ലാതെ എൻ്റെ സാൻഡ്വിച്ച് ആയാലും മതി. ഇത് കേട്ട് ഡയറിന് ദേഷ്യം വരും. ഡയറിൻ പറയും, നീ ഇവിടുത്തെ സ്റ്റാഫാണ്, നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫാണ്, അതുകൊണ്ട് നിനക്ക് വേണ്ടിയത് എന്താണെന്ന് വെച്ചാൽ നീ തന്നെ എടുത്ത് കഴിക്കണം, വേറെ ആരും നിനക്ക് വിളമ്പി തരാൻ നിൽക്കില്ല. ജാൻ സനത്തിനൊരു ബാർബിക്യൂ കൊടുത്ത് അവളെടുത്ത് സംസാരിക്കുകയാണ്. അത് കണ്ട് ഡയറിൻ വന്ന് പറയാം, ജാൻ നമുക്കൊരു ഡാൻസ് കളിച്ചാലോ, അതിനെന്താ, നീ വിളിച്ചാൽ എനിക്ക് വരാണ്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അവളുടെ കൂടെ പോവാണ്. പക്ഷേ ഡയറിൻ നല്ല ഫിറ്റായിരിക്കും. ഡയറിനെ ഉള്ളിലേക്ക് കടത്താൻ വേണ്ടി പറഞ്ഞിട്ട് ജാൻ അവിടെ നിന്ന് പോവും. അതിനിടയിൽ ജാൻ സനത്തിനെ നന്നായി നോക്കുന്നുണ്ടാവും. എമറെ സനത്തിനെയും കൊണ്ട് പൂളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എന്തായാലും നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയിട്ടില്ല, പക്ഷേ ചേട്ടന് ഈ കമ്പനി പെട്ടെന്ന് വിൽക്കാനൊന്നും പറ്റില്ല, നിൻ്റെ ഹെൽപ്പ് എന്തായാലും വേണം, ഇനി വരാവുന്ന പ്രൊജക്റ്റൊക്കെ നീ തടയണം. എമറെ, നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാതെ, എനിക്കതിനൊന്നും കഴിയില്ല, നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല എന്നൊക്കെ പറയുമ്പോൾ, നമ്മൾ തമ്മിലൊരു ഡീലുണ്ട്, നിനക്കേ അത് കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ അവൾ പൂളിൽ വീണ് പോവാണ്. അങ്ങനെ അത് കണ്ട് എംബ്ര ഒരുപാട് ചിരിക്കും. കുഴപ്പമില്ല, എൻ്റെ റൂമിൽ പോയി നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവിടെ ഡ്രൈയിങ് മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവൾ എത്തുന്നത് ജാൻ്റെ റൂമിലേക്കാണ്. അവിടെ കാണുന്നൊരു ടീഷർട്ട് എടുത്ത് അവൾ ഇടും. അവളുടെ വസ്ത്രങ്ങളൊക്കെ ഡ്രൈയിങ് മെഷീനിലിട്ടതാണ്. 6 മിനിറ്റ് കഴിഞ്ഞ് ഇനി അത് കിട്ടുള്ളൂ. 6 മിനിറ്റ് ഇനി എപ്പോഴാകുന്നതെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. ഞാൻ അവൻ്റെ വസ്ത്രമൊക്കെ ഒന്ന് മണത്ത് നോക്കുകയാണ്. ബാർബിക്യൂ ഒക്കെ ചെയ്തതുകൊണ്ട് അത് മുഷിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് എംബ്രയുടെ അടുത്ത് നിന്ന് അവൻ പോവുകയാണ്. അവിടുത്തെ സെർവൻറ്റിനോട് ഞാൻ പറയും, നിങ്ങളിന്ന് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട് എൻ്റെ പാർട്ടി കൊണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ്. ജാനിൻ്റെ ഒച്ച കേട്ടിട്ട് സനയും, ഓ ഇത് ജാനിൻ്റെ റൂമായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് കട്ടിലിൻ്റെ സൈഡിൽ പോയി ഒളിച്ച് നിൽക്കുകയാണ്. ജാൻ റൂമിലേക്ക് വന്ന് നേരെ ബാത്റൂമിലേക്ക് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ആ സമയത്താണ് ഡ്രൈയിങ് മെഷീനിൻ്റെ ഒച്ച കേൾക്കുന്നത്. ഇതാരാ ഇപ്പോൾ ഉണക്കാനിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് അവൻ വീണ്ടും വന്ന് നോക്കുകയാണ് റൂമിൽ. അപ്പോൾ സന മെല്ലെ നടന്നു പോകുന്നത് കണ്ടു. സനയെ വന്ന് വിളിച്ചിട്ട്, നീ എന്താ ഇവിടെ റൂമിൽ ചെയ്യുന്നത്? സനയമാണെങ്കിൽ ആകെ കിളി പോയ അവസ്ഥയിലാണ്. അവളെ ഹാഫ് ഡ്രസ്സിലാണല്ലോ ഞാൻ കണ്ടത്. നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നല്ല, ഞാൻ പുറത്തെ പൂളിൽ വീണു. അപ്പോൾ മിസ്റ്റർ എംറയാണ് അദ്ദേഹത്തിൻ്റെ റൂം എന്നോട് യൂസ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഇത് നിങ്ങളുടെ റൂമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഡ്രയറിലിട്ടൊന്ന് ഉണക്കിയെടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൂം യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ, നീ പൂളിൽ വീണെന്നോ, നീ എന്താ ഇങ്ങനെ, നീ പറഞ്ഞാൽ എന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയും. സത്യമായിട്ടും നിങ്ങളുടെ സ്റ്റാഫാണ് ഞാനെന്ന് കരുതി എല്ലാ പ്രഷറും എൻ്റെ മേലെ ചെലുത്തരുത്, ഈ റൂമിൽ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സോ എന്ന് ചോദിച്ച് അവളുടെ ടീഷർട്ട് പിടിച്ച് നോക്കുകയാണ്. അപ്പോഴായിരിക്കും അലാറം വരുന്നത്, അവളുടെ ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞാനെന്ത് ചേഞ്ച് ചെയ്യട്ടെ, നിങ്ങളൊന്ന് പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് പോകാമെന്ന് പറയണം. ഈ സമയം പാർട്ടി കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാവും. ജാനിൻ്റെ ലോയർ വന്ന് എംറയോട് സംസാരിക്കുന്ന നേരം തന്നെ ജാനും അവിടെ എത്തും. അപ്പോൾ നിന്നോട് നിൻ്റെ ചേട്ടനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ, ഇല്ല ചേട്ടനിപ്പോൾ എൻ്റെ അടുത്തൊന്നും പറയാറില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളും കോൺട്രാക്റ്റും ഒക്കെ കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ എംറയ്ക്ക് ചെറിയൊരു നീരസം തോന്നും. അപ്പോൾ പുതിയ പ്രൊജക്റ്റ്, അതെന്താ, ആർജുവായിട്ട് നമ്മുടെ പുതിയ പ്രൊജക്റ്റ് നടത്തുകയാണ്, ഇനി നമ്മുടെ ആഡിൽ അവളാണ് ആക്ട് ചെയ്യുന്നതെന്ന് പറയും. ഇപ്പോഴായിരിക്കും ഡയറിന് ഗുലീസിൻ്റെയും ജേജയുടെ കൂടെ വരുന്നത്. ഓ ഇന്ന് എന്തൊക്കെയാണ് നടന്നതെന്ന് ഒരു ഓർമ്മയില്ല, ഫിറ്റ് ആയതുകൊണ്ട് ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടിയെന്നൊക്കെ ചോദിക്കും. അങ്ങനെ അവൾ ജാൻ്റെ അടുത്ത് വന്നിട്ട്, സോ സോറി, എന്തൊക്കെയാണ് ഞാൻ ഫിറ്റായപ്പോൾ ചെയ്തതെന്ന് എനിക്ക് പോലും അറിയില്ല, നീ അത് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, നമ്മളൊക്കെ എൻജോയ് ചെയ്യായിരുന്നു, ഇനി നമുക്ക് പുതിയ പ്രൊജക്റ്റ് ഉണ്ട്, അതിൻ്റെ കോൺട്രാക്റ്റാണിത്, നീ എന്തായാലും അർജുനെ വിളിച്ചിട്ട് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡയറിനും ഗുലീസും ജേജയും പോവുകയാണ്. ജാനും എംറയും അവരുടെ ലോയറും ഗാർഡനിൽ പോയിരിക്കുകയായിരിക്കും. അപ്പോഴാണ് സനയും അവിടേക്ക് വരുന്നത്. സനമിനോട് ജാൻ പറയാം, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരട്ടെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓട്ടോയിലെങ്ങാനും പോയിക്കോളാം. പക്ഷേ എംറ വന്ന്, ഞാൻ ആ വഴിക്കാണ് പോകുന്നത്, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ സനയും സമ്മതിക്കും. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ പോരാം, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ആ നേരത്തായിരിക്കും ലോയർ ജാനിനെ ശ്രദ്ധിക്കുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഡീൽ ചെയ്യും. എംറ പുറത്തേക്ക് പോയതിനു ശേഷം
സാനയും പറയുമായിരിക്കും, എനിക്ക് ഈ റിങ് ഇനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, ഇതെങ്ങാനും കാണാണ്ടായാൽ നിങ്ങൾക്കറിയാലോ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, പിന്നെ വൈകാണ്ട് തന്നെ ഞാനത് വാങ്ങും. പക്ഷേ എനിക്ക് ഈ ലക്ഷറി കാറിലൊന്നും വരാൻ പറ്റില്ല. എൻ്റെ നാട്ടിലുള്ളവരെന്തെങ്കിലുമൊക്കെ പറയുമെന്ന് പറയുമ്പോൾ, ഇല്ല കുഴപ്പമില്ല, ഞാൻ വഴിയിൽ എവിടെയെങ്കിലും ഇറക്കി തന്നേക്കാമെന്ന് പറയും. സാനത്തിൻ്റെ അമ്മ അവളുടെ അച്ഛനോട് നമുക്ക് പുറത്ത് പോകാൻ നല്ല ക്ലൈമറ്റാണ്, ഒന്ന് നടന്നു വരാമെന്ന് പറയുമ്പോൾ, നീ ഒന്ന് ഗാർഡനിലേക്ക് പോകാൻ, എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഗാർഡനിലേക്ക് വിളിച്ചു പോവാണ്. അവിടെ നിന്ന് പറയും, നമുക്ക് നമ്മുടെ കട വിൽക്കാം, ഞാൻ കുറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, കടങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, ഇനി ആ കട വിറ്റ് ബാക്കി കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വെക്കേഷന് പോകാമെന്ന് പറയുമ്പോൾ സാനത്തിൻ്റെ അമ്മ മനസ്സോടെ അത് സമ്മതിക്കുന്നു. പക്ഷേ ഇത് കുട്ടികളാരും അറിയേണ്ട പറയുമ്പോൾ, ഇല്ല, ഞാൻ അവരെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും പറയില്ല എന്ന് അവർ പറയുകയാണ്. ഐഹാൻ അവളുടെ വെബ്സൈറ്റിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. അപ്പോഴാണ് സനം വന്ന് അന്നത്തെ കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് പറയുന്നത്. ചേച്ചി എങ്ങനെ ഹാഫ് ഡ്രസ്സിൽ പോയി നിന്നത്, എങ്ങനെയാണ് ജാൻ്റെ റൂമിലെത്തിയെന്നൊക്കെ ചോദിക്കുമ്പോൾ സനയും ഓരോന്നായി പറഞ്ഞു കൊടുക്കും. അതിനിടയിൽ മുസാഫിറിനെയൊക്കെ കണ്ട് നമുക്ക് ബീച്ചിൽ നിന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞേക്കാണ്. എംറെ പതിവ് പോലെ അയലിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പക്ഷെ അയലിൻ വിടുന്നൊരു മട്ടുമില്ല. കാരണം നമുക്കിനി സമയം കിടക്കുകയല്ലേ, അപ്പോൾ ആർജുവിൻ്റെ പ്രൊജക്റ്റ് ഞാൻ തന്നെ എടുക്കുമെന്ന് പറയുമ്പോൾ എംറെ പറയും, നിനക്കത് കിട്ടാനുള്ള ഒരു വഴിയില്ല, കാരണം അത് ചേട്ടൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. പക്ഷേ ആർജുവിനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഞാനത് വാങ്ങിയെടുക്കും, ആ പ്രൊജക്റ്റ് ഞാൻ തന്നെ നേടും, നീ നോക്കിക്കുമെന്ന് പറയും. ലൈല ബീച്ചിലിരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ ഉസ്മാൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലും. ഞാൻ ഐഹാൻ്റെ കുറച്ച് പ്രിൻ്റ് ഔട്ട് കൊടുക്കുകയാണ്, ഞാനിവിടെ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ലൈല, ഇല്ല, നീ ഇരിക്കുമെന്ന് പറയും. അവളുടെ വിഷമം കാണുമ്പോൾ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താണെങ്കിലും എന്നോട് പറയാമെന്ന് പറയുമ്പോൾ അവൾ, ഞാനിപ്പോൾ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണ്, അവരെല്ലാവരും ഓഫീസിലുള്ള എല്ലാവരും ഞാനാണ് സ്പൈ എന്നാണ് കരുതുക എന്ന് പറഞ്ഞ് അവളുടെ വിഷമം പറയുമായിരിക്കും. അപ്പോൾ തന്നെയായിരിക്കും ഐഹാനും സനയും മുസാഫിറും ഒക്കെ അവിടെ എത്തുന്നത്. അവരൊക്കെ ലൈലയ്ക്ക് സപ്പോർട്ടായി നിൽക്കുകയായിരിക്കും. അവളുടെ ഭാഗത്ത് നിന്ന് ഓരോന്നും പറയും. അയലിൻ പറഞ്ഞത് പ്രകാരം ആർസു ഒരു കഫേയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ ആർസു പറയും, നിനക്ക് എൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, ഞാനിപ്പോൾ ഒരു നല്ല മോഡലാണ്, പണ്ടത്തെ പോലെയൊന്നുമല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതേപോലെ തന്നെ നടക്കണമെന്ന് പറയുമ്പോൾ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് നോക്കാമെന്ന് പറയും. പക്ഷേ ഞാൻ വേറൊരു കമ്പനിയായിട്ട് പ്രൊജക്റ്റ് എഗ്രി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ കാര്യം എനിക്ക് നോക്കാൻ കഴിയില്ല എന്ന് പറയും. പക്ഷേ അയലിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവൾ ആദ്യം തടിച്ചിട്ടായിരുന്നു, ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്ത് ആർസുവിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരിക്കും. അത് കണ്ട് തന്നെ ആർസു വല്ലാണ്ടാവും. എന്താ, നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഇറങ്ങിയതാണോ, എന്തൊക്കെയോ പറഞ്ഞ് അവസാനം അയലിൻ അവളോട് അത് എഗ്രി ചെയ്യിക്കുകയാണ്. അയലിൻ ഇത് അപ്പം തന്നെ വിളിച്ച് എംറയോട് പറയും, ആർസു നമ്മുടെ അഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടുണ്ടെന്ന്. സനം ഓഫീസിലെത്തിയപ്പോൾ തന്നെ അവിടെ ഒരാൾ താടിയൊക്കെ വെച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മുടെ 14th ആനിവേഴ്സറിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഈ താടി ഒറിജിനലാണോ എന്ന് ചോദിച്ച് ആ താടി പറിച്ചെടുക്കും. അത് കണ്ട് ജാനു വരും. അപ്പോൾ ജാനോട് അയാൾ പറയും, ഇനി ഇത് ഒട്ടിക്കണമെങ്കിൽ എനിക്കൊരു 4 മണിക്കൂറെങ്കിലും വേണം, ഈ ആവശ്യത്തിന് സമയമെടുത്തോന്ന് പറഞ്ഞ് സനയമിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണ് അവിടുന്ന് ജാൻ പോകുന്നത്. ജയും ഗുലീസും സനയും ഒക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ജാൻ വരും. അവർ ഒരു ആക്ടിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ജാൻ വരും, എന്നിട്ട് പറയും, നമുക്ക് ക്രിയേറ്റേഴ്സിനെ മാത്രം വെച്ചൊരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരോടും പെട്ടെന്ന് വരാൻ പറ. ജാൻ സനാമിൻ്റെ കയ്യിലുള്ള ചായ എടുത്തിട്ട്, ഇത് നീ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ച് കുടിക്കുകയായിരിക്കും. അപ്പോൾ ആയിരിക്കും സന പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയതൊക്കെ തന്നെ, പക്ഷേ ഞാനത് കുടിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ജാൻ ആ ചായ എടുത്ത് പോവുകയാണ്. സനത്തിൻ്റെ അമ്മ TV കണ്ടുകൊണ്ട് വെജിറ്റബിൾസൊക്കെ അരിയാണ്. അപ്പോഴാണ് ലൈല അവിടേക്ക് വരുന്നത്. അപ്പോൾ ലൈലയോട് നീ എന്നെ ഒന്ന് സഹായിക്കുക എന്ന് പറയുമ്പോൾ ലൈല സഹായിക്കുകയായിരിക്കും. TVയുടെ വോളിയം കൂട്ടമ്മേ, ഞാനൊന്ന് കാണട്ടെ എന്ന് പറയും. പെട്ടെന്ന് തന്നെ ആയിരിക്കും ലൈല ഒരു കാര്യം ആലോചിക്കുന്നത്. അപ്പോൾ അവളുടെ അമ്മ തന്നെ ഞെട്ടിപ്പോകും. ഞാൻ എന്തൊക്കെയായി ചെയ്യുന്നത്, ഞാനിപ്പോൾ TV കാണാൻ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ വർക്ക് എനിക്ക് എന്തായാലും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എംറയെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ലൈല അവിടെ നിന്ന് പോവുകയാണ്. ക്രിയേറ്റീവ് മീറ്റിംഗ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ജാൻ അവിടെ അവരുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുകയായിരിക്കും. അതിൻ്റെ ഇടയിൽ ഗുലീസ് ഒരു ചളി അടിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് ജാൻ പറയും. അപ്പോഴാണ് ഡയറിന് ആർസുവിൻ്റെ മാനേജറിൻ്റെ ഒരു കോൾ വരുന്നത്. പെട്ടെന്ന് തന്നെ ഡയറിൻ പറയും, ആർസു നമ്മുടെ ആ അഗ്രിമെൻറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, അവർ അയലിൻ്റെ കമ്പനിയായിട്ട് ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ജാൻ പറയും, എനിക്ക് ആർസുവിനോട് സംസാരിക്കണം, നീ അവളെ കോൺടാക്റ്റ് ചെയ്യും. പക്ഷേ എത്ര വിളിച്ചിട്ടും മാനേജറും ആർസും ഫോൺ എടുക്കുന്നുണ്ടാവില്ല, അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ആർസുവിൻ്റെ അഡ്രസ്സൊക്കെ തപ്പി പിടിച്ച് ജാൻ അവിടേക്ക് പോകാൻ പുറപ്പെടുകയാണ്.
പക്ഷേ പോകുന്നതിന് മുമ്പ് എംറയോട് പറയും, ഞാൻ ആർസുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, അവൾ എങ്ങനെ ഈ അഗ്രിമെൻറ്റിൽ നിന്ന് പിന്മാറിയെന്ന് എനിക്കറിയണമെന്ന് പറയും. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് വന്ന് ജാനയോട് സംസാരിക്കുന്നത്. ലൈലയുടെ ലാപ്പൊക്കെ ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, അവളുടെ ലാപ്പിൽ നിന്നും തന്നെയാണ് മെയിൽ പോയത്. പക്ഷേ അവർ പ്രൊഫഷണലാണ്, ലൈല ഇങ്ങനെയൊന്നും ചെയ്യില്ല, അവൾക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയും. എന്നാൽ ഞാനത് കണ്ടുപിടിച്ചോളാമെന്ന് ജാനു പറയും. അങ്ങനെ എംറയുടെ അടുത്ത് നിന്ന് ജാനു പോകുന്ന നേരത്തായിരിക്കും സനയം വരിക. ചേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട, സനയമിനെയും കൂട്ടിക്കുമെന്ന് പറയുമ്പോൾ സനയം പറയും, അല്ല ജാനിന് ഒറ്റയ്ക്ക് പോകുന്നതാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ എംറ അവളുടെ കണ്ണിലേക്ക് നോക്കും. ഇല്ല കുഴപ്പമില്ല, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് സനയം തന്നെ പറയും. അങ്ങനെ എന്നാൽ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാൻ, ഞാനവിടെ വെയിറ്റ് ചെയ്യാമെന്ന് ജാൻ പറയുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യൂ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.